അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലി റസൂലില്ലാ അൽ ജമാൽ അൽ കമാൽ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായുള്ള മഹബ്ബത്തിൻ്റെ ചെറിയൊരിടപെടൽ ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് മഹാനായ ഖത്താദത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹുവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി രണ്ടാം അഖബയിൽ പങ്കെടുത്ത് പരിശുദ്ധ ദീനിൽ കടന്നു വന്ന പ്രിയപ്പെട്ട ഖത്താദത്ത് റളിയല്ലാഹു അൻഹു അതിനിപുണനാകുന്ന അമ്പെയ്ത്തുകാരനായിരുന്നു. അതുകൊണ്ട് തന്നെ ബദറിലും ഉഹദിലും മറ്റ് യുദ്ധങ്ങളിലുമൊക്കെ മഹാനവർകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഉഹദ് യുദ്ധത്തിലാണ് ഏറ്റവും ശ്രദ്ധേയനായൊരു യോദ്ധാവായി മാറിയത്. ഉഹദ് യുദ്ധസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരെ വരുന്ന എല്ലാ അമ്പുകളും കല്ലുകളും തൻ്റെ മുഖം കൊണ്ട് തടുക്കുകയും തൻ്റെ മുഖം കൊണ്ട് നബി തങ്ങളെ പരിരക്ഷിക്കുകയും ചെയ്ത ആത്മാർത്ഥതയുടെ പ്രതീകമായിരുന്നു ഖത്താദത്ത് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഒരു അമ്പ് വരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിരക്ഷിക്കുമ്പോൾ ആ അമ്പ് തൻ്റെ കണ്ണിൽ വന്ന് കൊള്ളുകയും കണ്ണ് പറഞ്ഞ് കവിളിൻ്റെ മുകളിൽ അടർന്നു വീഴുകയും ചെയ്തു. ആ സമയത്ത് മഹാനായ ഖത്താദത്ത് തങ്ങൾ ആ കണ്ണ് താങ്ങിപ്പിടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യത്തിലേക്ക് ചെന്നു. നബി തങ്ങളുടെ അടുക്കൽ ആ സങ്കടം പറഞ്ഞു. ഇമാം ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയുന്നു, ആ കണ്ണ് മുത്തുനബി തങ്ങൾ താങ്ങിയെടുത്ത് ഫറദ്ദഹ അലൈഹി, അദ്ദേഹത്തിൻ്റെ പഴയ സ്ഥലത്ത് അതുപോലെ മുത്തുനബി തങ്ങൾ തിരിച്ചു വെക്കുകയായിരുന്നു. ഫസാറത്ത് അഹ്സന ഐനൈഹി, രണ്ട് കണ്ണുകളിൽ ഏറ്റവും നല്ല കണ്ണ് ആ കണ്ണായി മാറി. മറ്റേ കണ്ണിനെ ചെങ്കണ്ണ് പിടിച്ചാൽ പോലും ഈ കണ്ണിനെ ചെങ്കണ്ണ് പിടിക്കാത്ത, കാഴ്ച മങ്ങാത്ത, ഒരുവിധ പ്രതിസന്ധിയുമില്ലാത്ത ഒരു കണ്ണായി മാറി. ബഹുമാനപ്പെട്ട ഖത്താദത്ത് തങ്ങളുടെ മകൻ ഒരു ദിവസം ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആ മകനെക്കുറിച്ച് മൻ അന്ത, നീ ആരാണെന്ന് പരിചയപ്പെടാൻ വേണ്ടി ചോദിച്ചു. ആ സമയത്ത് പെടുന്നനെ പ്രതികരിച്ചു ആ മകൻ, അനബിനുല്ലദീ സാലത്ത് അലൽ ഖദ്ദി ഐനുഹു ഫറുദ്ദത്ത് ബി കഫിൽ മുസ്തഫ അഹ്സനർ റദ്ദി. ഞാൻ ആരെന്നറിയോ? ഉഹദിൻ്റെ രണാങ്കണത്തിൽ കണ്ണ് പറഞ്ഞു പോവുകയും ആ കണ്ണ് സങ്കടപ്പെട്ട് മുത്തുനബി അറിഞ്ഞു. ആ നബി തങ്ങളുടെ തിരുകരങ്ങൾ കൊണ്ട് തൽസ്ഥാനത്ത് കണ്ണ് വെക്കുകയും ആ കണ്ണ് ഏറ്റവും നല്ല കണ്ണായി മാറി മരിക്കുന്നത് വരെ ഒരു കേടും വരാത്ത ഒരാളിൻ്റെ മകനാണ് ഞാൻ, ഖത്താദത്ത് റളിയല്ലാഹുവിൻ്റെ മകൻ. അങ്ങനെയാണ് പ്രതികരിച്ചത്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി ശരീരം വേണമോ, കണ്ണ് വേണമോ, തല വേണമോ, മുഖം വേണമോ, എന്തും സമർപ്പിക്കാൻ തയ്യാറായ സഹാബാ കിറാം. അൻ-നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, നമ്മുടെ ശരീരത്തെക്കാൾ നാം സംരക്ഷിക്കേണ്ടത് നമ്മുടെ നബിയെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മഹബ്ബത്ത് പഠിപ്പിച്ചു തന്ന പ്രധാനപ്പെട്ട ഒരു സ്വഹാബിയാണ് സ്വഹാബിയുൽ ജലീൽ അൽ അൻസാരി. അൻസാരിയായ സഹാബിയാണ് ബഹുമാനപ്പെട്ട ഖത്താദത്ത് റളിയല്ലാഹു അൻഹു. അതുപോലെ ഉഹദ് യുദ്ധത്തിൽ മറ്റൊരിടപെടൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട അബൂ ഉബൈദത്ത് ബിൻ ജർറാഹ് റളിയല്ലാഹു അൻഹു കഴിഞ്ഞ പ്രഭാഷണങ്ങളിൽ അശ്റത്തുൽ മുബശ്ശിരീങ്ങളെ പരിചയപ്പെടുത്തിയപ്പോൾ അതിൽപ്പെട്ട ആളുകൂടിയാണ് ബഹുമാനപ്പെട്ട അബൂ ഉബൈദത്ത് തങ്ങൾ. അവരെ അതിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ പറയുന്നത് മഹാനവറുകളുടെ ഒരു ധീരമാകുന്ന ഇടപെടൽ മറ്റൊന്നുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉഹദ് യുദ്ധത്തിൽ തൻ്റെ പടത്തൊപ്പി പൊട്ടുകയും അതിൻ്റെ വക്ക് പൊട്ടുകയും ആ ഒരു കഷ്ണം വലത്തെ കവിളിൻ്റെ എല്ലിൽ കയറി കുടുങ്ങുകയും മറ്റത് ഇടത്തെ കവിളിൻ്റെ എല്ലിൽ കയറി കുടുങ്ങുകയും ചെയ്തു. ആ സമയത്ത് സുബ്ഹാനല്ലാഹ് ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ അത് കണ്ടുകൊണ്ട് ഓടി വരികയാണ്. ആയിഷ ഉമ്മ പറയുന്നു, ഞാൻ ഓടിയെത്തും മുമ്പ്
പറന്നെത്തി ഒരു മനുഷ്യൻ. നോക്കുമ്പോൾ അബൂ ഉബൈദത്ത് റളിയല്ലാഹു അൻഹു ആണ്. ആ മനുഷ്യൻ വന്നിട്ട് മുത്തുനബിയുടെ കവിളിൽ ഉടക്കിയിരിക്കുന്ന ആ പടത്തൊപ്പി, ഇരുമ്പ് പടത്തൊപ്പിയുടെ കുറ്റി പറിച്ചെടുക്കാൻ വേണ്ടി ശ്രമിച്ചു. കഴിഞ്ഞില്ല. തൻ്റെ പല്ലുകൊണ്ട് കടിച്ച് പിടിച്ച് വലിച്ചൂരി. അതിൻ്റെ ബലത്തിൽ മഹാനവറുകൾ നിലത്ത് വീഴുകയും ചെയ്തു. കടിച്ചെടുത്ത പല്ല് പറിഞ്ഞു പോവുകയും ചെയ്തു. എന്നിട്ട് അവസാനിച്ചില്ല. അദ്ദേഹം വീണ്ടും എഴുന്നേറ്റു. മഹാനായ മുത്തുനബിൻ്റെ ഇടത്തേ കവളിൽ കുരുങ്ങിയിരിക്കുന്ന ഇരുമ്പ് പടത്തൊപ്പിയുടെ ആ കുറ്റി പറിച്ചെടുക്കാൻ വേണ്ടി വീണ്ടും പരിശ്രമിക്കുകയാണ്. അതും ഇതുപോലെ പല്ലുകൊണ്ട് ബലത്തിൽ കടിച്ചു പിടിച്ച് പറിച്ചെടുക്കുമ്പോൾ രണ്ടാമത്തെ പല്ലും പറിഞ്ഞു പോവുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇവരൊക്കെ അല്ലേ മുത്തുനബിയെ സ്നേഹം പഠിപ്പിക്കുന്നത്, മുത്തുനബിയോടുള്ള കടപ്പാട് പഠിപ്പിക്കുന്നത്? ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കണ്ണ് കൊടുത്തവർ, പല്ല് കൊടുത്തവർ, മുഖവും ശരീരവും എല്ലാം മുത്തുനബി തങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച സഹാബത്തിൻ്റെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. ഓസീക്കും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.